പുതുവർഷ പുലരിയിൽ തിരുവനന്തപുരം കണിയാപുരത്ത് വലിയ ലഹരിവേട്ട നടന്നു. MDMAയും ഹൈബ്രിഡ് കഞ്ചാവുമായി ഡോക്ടറടക്കം 7 പേരാണ് പിടിയിലായത്. ബംഗളൂരുവിൽ നിന്ന് MDMA അടക്കമുള്ള ലഹരി മരുന്നുകൾ കടത്തിക്കൊണ്ടുവന്ന വിദ്യാർത്ഥികൾക്കും ഡോക്ടർമാർക്കും IT പ്രൊഫഷണലുകൾ അടക്കമുള്ളവർക്കും നൽകുന്ന സംഘത്തിൽപ്പെട്ടവരാണ് പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു. ആറ്റിങ്ങൽ നെടുമങ്ങാട് റൂറൽ ഡാൻസർ സംഘങ്ങൾ സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. നെടുമങ്ങാട് മന്നൂർക്കോണം സ്വദേശി അസീം, കൊല്ലം ആയൂർ സ്വദേശി അവിനാഷ്, തുളിക്കോട് സ്വദേശി അജിത്, കിഴക്കേക്കോട്ട അട്ടക്കുളങ്ങര സ്വദേശി ഡോക്ടർ വിഘ്നേഷ് ദത്തൻ, പാലോട് സ്വദേശിനി അൻസിയ, കൊട്ടാരക്കര സ്വദേശിനിയും BDS വിദ്യാർത്ഥിയുമായ ഹലീന, കൊല്ലം ഇളമാട് സ്വദേശി ഹരീഷ് എന്നിവരാണ് പിടിയിലായത്. പിടിയിലായ വിഘ്നേഷ് ദത്തൻ MBBS ഡോക്ടറും ഹലീന BDS വിദ്യാർത്ഥിനിയും അവിനാഷ് IT ഉദ്യോഗസ്ഥനുമാണ്. കണിയാപുരം തോപ്പിൽ ഭാഗത്ത് വാടക വീട്ടിൽ നിന്നാണ് ഇവർ പിടിയിലായത്. പിടിയിലായവരിൽ അസീം, അജിത്, അൻസിയ എന്നിവർ മുൻപ് നിരവധി ലഹരി കേസുകളിൽ പ്രതികളായിട്ടുള്ളവരാണെന്ന് പോലീസ് പറഞ്ഞു. ബംഗളൂരുവിൽ നിന്ന് MDMA അടക്കമുള്ള ലഹരി മരുന്നുകൾ കടത്തിക്കൊണ്ടുവന്ന വിദ്യാർത്ഥികൾ, ഡോക്ടർമാർ, IT പ്രൊഫഷണലുകൾ അടക്കമുള്ളവർക്ക് നൽകുന്ന സംഘത്തിൽപ്പെട്ടവരാണിവരെന്ന് പോലീസ് വ്യക്തമാക്കി. അസീമിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ പിടികൂടാൻ ശ്രമിച്ചപ്പോൾ പോലീസ് ജീപ്പിൽ കാറിടിപ്പിച്ച ശേഷം ഈ സംഘം കടന്നുകളയുകയായിരുന്നു. തുടർന്ന് കണിയാപുരം ഭാഗത്തുണ്ടെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പുലർച്ചെ ഡാൻസർ സംഘം വീട് വളഞ്ഞ ഇവരെ പിടികൂടിയത്. ഇവരിൽ നിന്ന് 4 ഗ്രാം MDMAയും 1 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും 100 ഗ്രാം സാധാരണ കഞ്ചാവും കണ്ടെടുത്തു. 2 കാറുകളും 2 ബൈക്കുകളും 10 മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. പ്രതികളെ കഠിനംകുളം പോലീസിന് കൈമാറി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.